ഞങ്ങൾക്ക് പുകഴുവാനൊന്നുമില്ല നാഥ, പ്രശംസിപ്പാനൊന്നുമില്ല. അവിടുത്തെ കൃപയാണ്, അവിടുത്തെ ദയയാണ് നാഥ. എല്ലാറ്റിനുമായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അധികമായി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നതിനേക്കാളുപരി ആത്മിക ബലം പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ഇടയാക്കുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഓർക്കുന്നവരുടെ യാത്രയിൽ ദൈവസാന്നിധ്യം ഇരിക്കണം. അവരും കർത്താവ് വേഗത്തിൽ വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും കടന്നു വരുവാൻ കഴിയാതെയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു നാഥ. സ്വർഗത്തിലെ ദൈവമേ, അവരെ ബലപ്പെടുത്തുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മ കർത്താവെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി അങ്ങ് തീർക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമാകണമേ. നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണമേ. നല്ല ദൈവികാലോചനകളെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വ്യക്തമായി ഞങ്ങളോട് സംസാരിക്കണമേ. തിരുക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. സകലമാനവും മഹത്വം അങ്ങേക്ക് മാത്രം, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. ആമേൻ. ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരയറ്റാമല്ലോ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിക്കു യോഗ്യനാവേ സർവശക്തനെ യഹോവയാവേ. സ്തുതിക്കു യോഗ്യനാവേ സർവശക്തനെ യഹോവയാവൻ. നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു, നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു. സ്വന്ത ജനമായി തീർത്തതിനാ, സ്വന്ത ജനമായി തീർത്തതിനാ. സ്തുതിഗീതം പാടുക നാം, ആമേൻ. ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. ആമേൻ. രോഗിക്കു വൈദ്യനാവേ സർവശക്തനെ യഹോവയാവേ. രോഗിക്കു വൈദ്യനാവേ സർവശക്തനെ യഹോവയാവേ. സൗഖ്യം നൽകിയ ശക്തിയേകിടും, സൗഖ്യം നൽകിയ ശക്തിയേകിടും. എന്നും ആശ്വാസം പകരുമാവേ, എന്നും ആശ്വാസം പകരുമാവേ. സ്തുതിഗീതം പാടുക നാം, ആമേൻ. ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സേനാകളിൻ നായകൻ അവൻ സർവശക്തൻ യഹോവയാവേ. സേനാകളിൻ നായകൻ സർവശക്തൻ യഹോവയാവേ. അവൻ മുൻപിലും അവൻ പിൻപിലും, അവൻ മുൻപിലും അവൻ പിൻപിലും. നമ്മെ ജയത്തോടെ നടത്തിയിടുമേ, നമ്മെ ജയത്തോടെ നടത്തിയിടുമേ. സ്തുതിഗീതം പാടുക നാം, ആമേൻ. ഉയർത്തുക ജയനാമം.
സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമോ രാജാതിരാജനവേ സർവശക്തനെ യഹോവയാവേ രാജാതിരാജനവേ ആമേൻ സർവശക്തനെ യഹോവയാവേ സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനെന്നെന്നുമാവേ അവനെന്നെന്നുമാവേ സ്തുതിഗീതം പാടുക നാം ആമേൻ ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം ആമേ രോഗിക്കു വൈദ്യനാവേ സർവശക്തനെ യഹോവയാവേ രോഗിക്കു വൈദ്യനാവേ സർവശക്തനെ യഹോവയാവൻ സൗഖ്യം നൽകീത ശക്തിയേകീടും സൗഖ്യം നൽകീത ശക്തിയേകീടും എന്നും ആശ്വാസം പകരുമവൻ എന്നും ആശ്വാസം പകരുമവൻ സ്തുതിഗീതം പാടുക നാം ആമേൻ ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം ആമേ സേനാകളിൽ നായകേ ഓ സർവശക്തനെ യഹോവയാവേ സേനാകളിൽ നായകേ സർവശക്തനെ യഹോവയാവേ അവൻ മുൻപിലും അവൻ പിൻപിലും അവൻ മുൻപിലും അവൻ പിൻപിലും നമ്മെ ജയത്തോടെ നടത്തിയിടുവേ നമ്മെ ജയത്തോടെ നടത്തിയിടുവേ സ്തുതിഗീതം പാടുക നാം ആമേൻ ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം രാജാതിരാജനവേ സർവശക്തനെ യഹോവയാവേ രാജാതിരാജനവേ ആമേൻ സർവശക്തനെ യഹോവയാവേ സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനെന്നെന്നുമാമേ അവനെന്നെന്നുമാമേ സ്തുതിഗീതം പാടുക നാം ആമേൻ ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക
ഞങ്ങളങ്ങേ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു ഖരബശം ബബാരകന ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അമ്മേ, വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. നല്ല സങ്കീർത്തനങ്ങളെ കർത്താവ് നമുക്ക് നൽകണം. അമ്മേ, നല്ല സാക്ഷ്യവചനങ്ങളെ കർത്താവ് കേൾപ്പിക്കണം. അമ്മേ, ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് വ്യക്തമായി നമ്മോട് സംസാരിക്കേണ്ടതിന് അമ്മേ, നമ്മളെ യഥാർത്ഥമായി അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന നമ്മുടെ കർത്താവ് അമ്മേ നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, സ്തോത്രം. തിരുമേശം നമ്മുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. Our gracious Heavenly Father, we thank you for this wonderful time that you brought us together in thy presence on this Friday morning, oh Lord. We thank you for all the blessings that you showered on us this past week. We thank you for keeping us whole and hearty, for keeping us away from weaknesses, diseases and afflictions. This Friday morning, once again, we come into our midst, oh God, as we have come together as a holy assembly to praise thee and worship thee. We ask thee for your holy presence in this congregation, O God. We ask thee for the holy Shekinah to come and dwell among our midst, O God. We give our choir into your hands. Bless them, O Lord. Speak through them. Let them give them the holy hymns to praise thee and worship thee, O God. During the praise and worship, let there be miracles happening. Let there be healings, O God. Let thy presence be filled in each one of us. We thank you, Lord, for everything. We praise you for everything, O Lord. We pray for wonderful psalms, O God. Talk us through the psalms, O God. We submit our pastor into your hands. Talk to him, O God. Let the holy presence be with him, O God. Hallelujah, hallelujah, hallelujah. Oh, each word he talks to us, let it go deep into our spirit, O God. Let this be a blessing for us throughout the whole week, O God. We offer the communication in communion, holy communion in your hands, O Lord. Bless it, O God. Let the presence be with us, O God. Let it be a healing for our body, our soul, and our spirit, O God. As we come together to praise thee with all our soul, spirit, and body, oh Lord, let thy wonderful presence be and manifested all across our body, O God. As we have come together as a congregation to worship thee, whoever is sick, let the sickness be healed. Whoever have afflictions, let the afflictions be done away with, oh God. The people, let them repent of the sins and that can be given forgiveness, oh God. Oh, hallelujah, hallelujah. Let us handle, let the blessings flow us
throughout from this congregation throughout the whole week, oh God. We submit everything in your mighty presence. In Jesus' name we pray. Amen. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ 146 സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 146, 146 സങ്കീർത്തനം, സാംസ് 146. അതിൻ്റെ അവസാനത്തെ വാക്യം 10ാം വാക്യം ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരേറ്റാം. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 146 സങ്കീർത്തനം. യഹോവേ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവേ സ്തുതിക്കാം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. സിയോനേ, നിന്റെ ദൈവം തലമുറയോളം തന്നെ യഹോവേ സ്തുതിപ്പേ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ എന്ന് പറയാമോ? പ്രൈസ് ദ ലോർഡ്. യഹോവേ സ്തുതിപ്പേ. നമുക്ക് സഹായമായിരിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് ആശ്രയം വെക്കുവാൻ കഴിയുന്ന ഏകയിടമായ നമ്മുടെ കർത്താവിനെ സ്തോത്രം. നമുക്കൊരിക്കൽ കൂടെ ശബ്ദത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. പ്രിയരെ, അവർ എത്രയോ തവണ മനുഷ്യരിൽ ആശ്രയം വെച്ച് പരാജയപ്പെട്ടവരാണ് ഓരോരുത്തരും. എന്നാൽ വാക്ക് പറഞ്ഞാൽ മാറാത്ത, സ്തോത്ര, വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ നമ്മുടെ കർത്താവിങ്കിൽ ആശ്രയം വയ്ക്കുമ്പോൾ അവിടുന്ന് നമ്മെ അതിശയകരമായി നടത്തുന്നില്ലേ? ഇന്ന് വരെ നിലനിർത്തിയില്ലേ? ഇന്ന് വരെ കരുതിയില്ലേ? ഈ നിമിഷം വരെ അവിടുത്തെ പരിപാലനം അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കിയില്ലേ? നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, ഇതുവരെ കൊണ്ടുവന്ന അവിടുത്തെ ദൈവം വിശ്വസ്തതയും ഓർത്ത് നമുക്കൊരല്പസമയം സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. രോഗിയായിരുന്ന വേളകളിൽ അവിടുന്ന് സൗഖ്യം നൽകി. ആമേൻ. സ്തോത്രം. തകർന്നു പോകുമെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ അവിടുന്ന് നമ്മെ നിലനിർത്തി. വേദനയുടെ സാഹചര്യങ്ങളിൽ അവിടുന്ന് ആശ്വാസം പകർന്ന് നമ്മെ നിലനിർത്തിയ നമ്മുടെ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ചേർന്ന് പാടാം. ആരാധ്യനെ, സമാരാധ്യനെ, ആരിലും ഉന്നതനായവനെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. അമ്മേ സ്തോത്രം. ഞങ്ങളുടെ തീരുമാനമായുസിൻ്റെ നാളുകളെല്ലാം ഞങ്ങൾ അങ്ങേ ആരാധിക്കും. ചേർന്നോ സ്തോത്രം ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാം. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിത അങ്ങേ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിത അങ്ങേ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കിടക്കയതിൽ
സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിത അങ്ങേ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിത അങ്ങേ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. എന്റെ വേദനയിൽ ആശ്വാസം നിന്റെ സാധനമെന്നുമെന്നും, എന്റെ രക്ഷകനായ യേശുവേ, എന്റെ സങ്കേതം നീ മാത്രമേ. എന്റെ വേദനയിൽ ആശ്വാസം നിന്റെ സാന്ത്വനമെന്നുമെന്നും, എന്റെ രക്ഷകനായ യേശുവേ, എന്റെ സങ്കേതം നീ മാത്രമേ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിത അങ്ങേ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിത അങ്ങേ ഞങ്ങൾ ആയുസിന്നാളുകളെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം അവൻ ഒരു ഗാനവും കൂടെ പാടി കർത്താവിന് മഹത്വം കരേറ്റാം. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. സ്തോത്രം ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. ഹല്ലേലൂയ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ വഹിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസാതിൽ വഹിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. ദാവീദു ഗോത്രത്തിൽ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, ദാവീദു ഗോത്രത്തിൽ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്, നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. ഓ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു, ഏറെ രാജാമുടി ശിരസാതിൽ വഹിച്ചു, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ, എഴുന്നള്ളി വന്നോനെ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ, ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ,
മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. ഓ ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു, ഏറെ രാജാമുടി ശിരസാതിൽ വാരിച്ച്, ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ, എഴുന്നള്ളി വന്നോനേ. മുൾമുടി ചൂടിയ ശിരസിൽ പൊന്മുടി ചൂടിനാൻ എഴുന്നള്ളി വരുമേ. മുൾമുടി ചൂടിയ ശിരസിൽ പൊന്മുടി ചൂടിനാൻ എഴുന്നള്ളി വരുമേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താതന്റെ വരവോ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താതന്റെ വരവോ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു, ഏറെ രാജാമുടി ശിരസാതിൽ വാരിച്ചു, ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ, എഴുന്നള്ളി വന്നോനേ. ദാവീദു ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. ദാവീദു ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. നീ തുറന്നാൽ അതു അടയ്ക്കുവതാര്, നീ അടച്ചാൽ അതു തുറക്കുവതാര്. ഓ നീ തുറന്നാൽ അതു അടയ്ക്കുവതാര്, നീ അടച്ചാൽ അതു തുറക്കുവതാര്. ആമേൻ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു, ഏറെ രാജാമുടി ശിരസാതിൽ വായിച്ചു, ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ, എഴുന്നള്ളി വന്നോനേ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോരേ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോരേ. മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിൻ. ഓ മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിൻ. ആമേൻ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു, ഏറെ രാജാമുടി ശിരസാതിൽ വാഹിച്ചു, ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ, എഴുന്നള്ളി വന്നോനേ. മുൾമുടി ചൂടിയ ശിരസിൻ അന്ന പൊന്മുടി ചൂടിതാൻ എഴുന്നള്ളി വരുമേ. മുൾമുടി ചൂടിയ ശിരസിൽ അന്ന പൊന്മുടി ചൂടിതാൻ എഴുന്നള്ളി വരുമേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താതന്റെ വരവോ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താതന്റെ വരവോ. ആമേൻ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസാതിൽ വഹിച്ചു, ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ, എഴുന്നള്ളി വന്നോനേ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസാതിൽ വഹിച്ച്, ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ, എഴുന്നള്ളി വന്നോനേ.
ആരാധനയ്ക്ക് യോഗ്യനേ, സ്തുതികൾക്ക് യോഗ്യനേ. ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്ന നാളാ, ഞങ്ങളൊക്കെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമുഖത്ത് നൽകിത്തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, അമ്മേൻ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അമ്മേൻ. കർത്താവ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അത്ഭുതകരമായി അതിശയകരമായി പരിപാലിക്കുന്ന കർത്താവിൻ്റെ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം. ഇന്നും പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകി തന്ന ഈ അവസരത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമ്മേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അമ്മേൻ. നാം ഇന്ന് വായിച്ച സങ്കീർത്തനം അത് 146 സങ്കീർത്തനമാണല്ലോ. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത അതിൻ്റെ ആരംഭവും അതിൻ്റെ അവസാനവും. ആരംഭം തുടങ്ങുന്നത് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സങ്കീർത്തനം അവസാനിക്കുന്നതും പ്രൈസ് ദ ലോർഡ് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ സങ്കീർത്തനമാണ് 146 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ
ആമേൻ, സങ്കീർത്തനക്കാരൻ 2 പ്രതിജ്ഞകൾ പറഞ്ഞിരിക്കുന്നത് താൻ ആമേൻ സ്തോത്രം പറയുന്നത് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ്റെ 2 പ്രതിജ്ഞകൾ. അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. 1, ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. 2, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. അപ്പോൾ സങ്കീർത്തനക്കാരൻ എടുക്കുന്ന 2 പ്രതിജ്ഞകൾ, അതിൻ്റെ കാരണങ്ങളാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ജീവനുള്ളെന്നും യഹോവയെ സ്തുതിക്കും. അല്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള കാലത്തോളം, എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ഈ സങ്കീർത്തനത്തെ തന്നെ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1, യഹോവയിൽ ആശ്രയിക്കുന്ന, യഹോവയിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് എൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വിവരിക്കുമ്പോൾ കേവലം ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ ആശ്രയം വെക്കുന്നത് വെറുതെയല്ല, അതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്തുകൊണ്ടാണ് ദൈവത്തിൽ സ്തോത്രം ആശ്രയിക്കേണ്ടതും മനുഷ്യനിൽ ആശ്രയം വെക്കരുത് എന്ന് പറയുന്നതും എന്നുള്ളത് അതിൻ്റെ 3-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയം വെക്കരുത്, സ്തോത്രം സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. കാരണം ഒരു ഉറപ്പായ സഹായം, യഥാർത്ഥമായൊരു സഹായം നൽകുവാൻ അവർക്ക് കഴിയുന്നതെല്ലാം അവരുടെ സഹായങ്ങൾക്ക്, മാനുഷികമായ സഹായങ്ങൾക്ക് നമുക്കറിയാവുന്നതുപോലെ പരിമിതികളുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ 2 നാം വായിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ അവൻ്റെ ശ്വാസം പോകുന്നു, അതിൻ്റെ അർത്ഥം നിസ്സഹായനാണ്, മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തൻ്റെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. സ്തോത്രം, മണ്ണിലേക്ക് തിരിയുന്ന മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയുന്നില്ല, നിരൂപണങ്ങൾ നശിക്കുന്നു. സ്തോത്രം, അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയം വെക്കരുത്. സ്തോത്രം, ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങൾ വ്യക്തതയോടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയുമല്ലോ. സ്തോത്രം, മനുഷ്യനിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഏക ഇടമെന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത നമ്മുടെ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. സ്തോത്രം, 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. സ്തോത്രം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അതേ കർത്താവ്. അതിൻ്റെ താഴെ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം, ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ചൊന്ന് പറയുവാൻ കഴിയുമോ? ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത ഇന്നുവരെ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയുവാൻ കഴിയട്ടെ, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നു, ബദ്ധന്മാരെ വിടുവിക്കുന്നു, പീഡിതന്മാരെ സഹായിക്കുന്നു, അവിടുന്ന് സ്വാതന്ത്ര്യം നൽകുന്നു, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നു. സ്തോത്രം, അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ അവിടുന്ന് നിവർത്തുന്നു, നീതിമാന്മാരെ സ്നേഹിക്കുന്നു, പരദേശികളെ പരിപാലിക്കുന്നു, അനാഥരെയും വിധവമാരെയും അവിടുന്ന് പാലനം ചെയ്യുന്ന കർത്താവ്. കേവലം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുക മാത്രമല്ല, ഇതിൻ്റെ അർത്ഥം സ്തോത്രം സർവശക്തനായ ദൈവം സ്തോത്രം ഓരോ വ്യക്തികളുടെയും ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പോലും ഇടപെടുവാൻ മതിയായ കർത്താവ്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് സ്തോത്രം, ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ കാരണങ്ങളുണ്ട്. സ്തോത്രം, അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നതിന് എനിക്ക് കാരണങ്ങളുണ്ട്. ആമേൻ. കർത്താവ് നമ്മയെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ അവസാനത്തെ വാക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പറയാം, യഹോവേ സ്തുതിപ്പീൻ, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം, അതിന് കാരണം ആമേൻ, എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കാരണങ്ങളുണ്ട്. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യം എഴുന്നേറ്റ് നിന്ന് പറയും. ചിൽഡ്രൻ ക്യാൻ സ്റ്റാൻഡ് ടുഗെദർ ആൻഡ് ദേ വിൽ റിസൈറ്റ് ദി ബൈബിൾ വേഴ്സ്. ജിനോ ജോസ് will come forward and will lead the session.
കർത്താവിന് സ്തോത്രം, സ്തോത്രം. Praise God. Colossians 4 verses 5 and 6. Walk in wisdom toward them that are without, redeeming the time. Let your speech be always with grace, seasoned with salt, that ye may know how ye ought to answer every man. Amen. Amen. Shout hallelujah 3 times. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ കരം കുഞ്ഞുങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ദൈവം അവരെ ബലപ്പെടുത്തുന്നത് കൊണ്ട്, സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. പഠിക്കുവാൻ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പകർന്നിരിക്കുന്ന ബുദ്ധിക്കായി ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അവരെ ബലപ്പെടുത്തുമാറാകണമേ. അവരുടെ എക്സാമൊക്കെ അടുത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത നല്ല റിസൾട്ടിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും കർത്താവ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നല്ല വിജയം ഞങ്ങളുടെ തലമുറകൾക്ക് നൽകണമേ. എല്ലാറ്റിലും ഉപരി കർത്താവെ, ഭക്തിയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നല്ല ആത്മീയരായി നിലകൊള്ളുവാൻ കർത്താവെ സ്തോത്രം, ആത്മാവിൽ ബലപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തലവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയാമല്ലോ. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ. ആരുമില്ല? ഓക്കെ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കുറച്ച് മാസങ്ങൾ ഞാനിവിടെ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു. പെട്ടെന്ന് ഫാമിലിയായിട്ട് നാട്ടിലോട്ട് പോകേണ്ട ഒരവസ്ഥ വന്നായിരുന്നു. അതുകൊണ്ട് ഇവിടെ ചർച്ചിൽ ആരോടും പറയാനൊന്നും സാധിച്ചില്ല. പക്ഷേ പാസ്റ്ററുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് വരാമെന്ന് ഉള്ള പ്രതീക്ഷയിലായിരുന്നു പോയത്. പക്ഷേ ഇച്ചിരി വിസ പ്രോസസ്സിങ്ങൊക്കെ ഇച്ചിരി ലേറ്റായി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വരാൻ സാധിച്ചത്. പ്രാർത്ഥിച്ച പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത്, കുടുംബമായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ കരുണയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞ് ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തുടർന്നും ഞങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നുള്ളൂ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒരു നിമിഷം പ്രിയ റോബിൻ ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നാട്ടിലേക്ക് കടന്നു പോകേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി. എന്നാൽ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ആമേൻ പുതിയ വഴികളെ തുറന്നു കൊടുത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മടങ്ങി വന്ന് ഒരുമിച്ച് നമുക്ക് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യാം. വീണ്ടും കർത്താവ് ബലപ്പെടുത്തേണ്ടതിന്, വിശേഷാൽ അമേൽ സിസ്റ്ററേയും കുഞ്ഞിനെയുമൊക്കെ വരും ദിവസം തിരികെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവല്ലോ. ദൈവിക സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമേൻ. സ്തോത്ര റോബർത്തനായി പ്രാർത്ഥിക്കാം. അതുപോലെ 1-2 വിഷയങ്ങളൂടെ ചേർത്ത് ഞാൻ പറയട്ടെ. നമ്മുടെ പ്രിയ സണ്ണിച്ചായൻ, KV സണ്ണിച്ചായനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ ഒരു സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലായിരിക്കുന്നുവല്ലോ. സ്വർഗത്തിലെ ദൈവം അമേൻ സ്തോത്ര ബലത്തോടെ നിർത്തേണ്ടതിന്, ആരോഗ്യത്തോടെ നിർത്തേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫാമിലി കോൺഫറൻസിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ച ആരംഭിക്കുന്ന റിവൈവൽ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സ്തോത്രം ആ മീറ്റിങ്ങിലൊക്കെ വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന്, അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിന്, ജനത്തിന് കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും, വിശേഷം നമ്മുടെ സഭയ്ക്ക് അത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയാം കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പിന്നെ കർത്താവെ, പ്രാർത്ഥന വിഷയമായി അവിടുത്തെ പാദപീഠത്തോട് ചേർന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവനും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. കേൾപ്പിച്ച നല്ല സങ്കീർത്തനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പഠിച്ച മനപ്പാഠവാക്യം പറയുവാൻ കൃപ കൊടുത്തതിൻ്റെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സാക്ഷ്യം പറഞ്ഞ പ്രിയ ഹാലോ റോബിൻ ബ്രദറിനായി സ്തോത്രം. കഴിഞ്ഞ 2-3 മാസക്കാലം നാട്ടിലായിരുന്നു. പ്രിയ കുടുംബത്തെ അവിടുന്ന് കൂട്ടിവരുത്തുമാറാകണമേ. കുടുംബം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നാട്ടിൽ നടക്കുന്ന ഫാമിലി കോൺഫറൻസിനായി സ്തോത്രം കർത്താവേ. പ്രിയ സണ്ണിച്ചാനെ ഒത്ത് പ്രാർത്ഥിക്കുന്നു.
പരിപൂർണമായ സൗഖ്യവും വിടുതലും ആയുസ്സും ആരോഗ്യം കൊടുക്കുമാറാകണമേ. അടുത്ത ആഴ്ച നടക്കുന്ന ഞങ്ങളുടെ റിവൈവൽ മീറ്റിങ്ങിനായി സ്തോത്രം കർത്താവേ, അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഹല്ലേലൂയ വചന ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണേ. ആ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിനെ താഴ്ത്തുന്ന പ്രാർത്ഥനകൾ യാതൊരെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടനെ സ്തോത്രം നാഥ. സ്ഥലം ഞങ്ങൾക്ക് ജീവൻ പറ്റ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. സ്തോത്രം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ മീറ്റിങ്ങിന് പുതിയതായിട്ട് ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും സംബന്ധിക്കുന്നുവെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആരുമില്ല എന്ന് കരുതുന്നു. ആമേൻ. എഫെസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിക്കാമോ? എഫെസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ആമേൻ. Ephesians chapter 6 verses beginning from 10. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. എഫേസ്യ സഭയോടുള്ള ദൈവാത്മാവിൻ്റെ ആലോചനയാടും ദൂതാണ്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. സ്തോത്രം. 1, കർത്താവിൽ ശക്തിപ്പെടണം. 2, അമിത ബലത്തിൽ ശക്തിപ്പെടണം. ഇന്ന് നമുക്കൊരുമിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം പറയട്ടെ. നാം എല്ലാവരും പോർക്കളത്തിലാണ്. സ്തോത്രം. നമുക്ക് പോരാട്ടം ഉണ്ട്. പോരാട്ടമില്ലാത്ത ഒരു വ്യക്തി പോലും ഇതിനകത്തിരിപ്പില്ല. നമുക്കെല്ലാവർക്കും പോരാട്ടമുണ്ട്. എന്നാൽ ഈ പോരാട്ടമുള്ളത് സ്തോത്രം പൈശാചിക മണ്ഡലങ്ങളോടാണ്. സ്തോത്രം. നാം ഒരുമിച്ച് ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആ പോരാട്ടത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈ പോരാട്ടത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം പോരാടുന്നവന് ശക്തി ആവശ്യമാണ്. പോരാടുന്നവന് ബലം ആവശ്യമാണ്. സ്തോത്രം. അവൻ തകരാൻ പാടില്ല, തളരാൻ പാടില്ല, അവൻ ക്ഷീണിക്കാൻ പാടില്ല. സ്തോത്രം. അവൻ ബലത്തോടെ നിൽക്കുന്നവനാകണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് പറയാൻ കഴിയുമോ വാക്യം? അതിൻ്റെ 10ാമത്തെ വാക്യം മാത്രം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. സ്തോത്രം. നാം നമ്മുടെ മനസ്സിനോട് തന്നെ തിരുവഴുത്തിൽ നിന്ന് വായിക്കുന്ന പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സ്തോത്ര. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ മനസ്സിനോട് ഒന്ന് പറയാൻ കഴിയുമോ? സ്തോത്ര. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. എനിക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ട് സ്തോത്രം. അവൻ എൻ മനമേ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. സ്തോത്രം. ആ വാക്ക് നാം മറക്കരുത്. അവിടെ എഴുതിയിരിക്കുക കർത്താവിൻ്റെ അമിത ബലം. ഈ അമിത ബലത്തിൻ്റെ ആ ശക്തി നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ സ്തോത്രം നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയുടെ വലുപ്പത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. സ്തോത്രം. നാം ക്ഷീണിച്ച് തളർന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പോർക്കളത്തിൽ സ്തോത്രം നാം ക്ഷീണിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയുടെ വലിപ്പം നാം മനസ്സിലാക്കണം. ഇതല്ലേ എഫേസ്യ ലേഖനം, എഫേസ്യ 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ സഭയോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. ആ വാക്യം ഒന്നെടുത്ത് വായിക്കാമോ? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി
വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകല് നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയെ തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ഒരിക്കല് ഏലിയാവ് വളരെ ധൈര്യത്തോടെ, സ്തോത്രം, 850 വരുന്ന ജാതീയ ദേവന്മാരോടും അവരുടെ പ്രവാചകന്മാരോടും എതിർത്തു നിന്നു. വളരെ ധൈര്യത്തോടെ എതിർത്തു നിന്നു. സ്തോത്രം. താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് തീയിറങ്ങി. ആമേൻ. സ്തോത്രം. വാളിൻ്റെ വായ്ത്തല കൊണ്ട്, സ്തോത്രം, എല്ലാവരെയും കൊന്നെടുക്കുവാൻ തക്കവണ്ണമുള്ള ധൈര്യം തൻ്റെ മേൽ വീണു. എന്നാൽ ഒരു നിമിഷത്തിൽ, സ്തോത്രം, തൻ്റെ ശക്തി ക്ഷയിക്കുന്നത് പോലെ ഒരു തോന്നൽ ആമേൻ ഏലിയാവിനുണ്ടായി. ആമേൻ. ഒരു വാക്കിൻ്റെ പിന്നിൽ, സ്തോത്രം, മാറിയിരുന്നിട്ട്, ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഏലിയാവ്, ആമേൻ, സ്തോത്രം, ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയി മാറിയിരുന്നിട്ട് പ്രാർത്ഥിക്കുകയാ, ഇനി എനിക്ക് ശക്തിയില്ല, സ്തോത്രം, ഇനി എനിക്ക് ബലം ഇല്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയില്ല, ഇവിടം കൊണ്ട് ഞാൻ തീർന്നു. ഇന്നലെ വരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആമേൻ. എന്നെ വിളിച്ചു വേർതിരിച്ച എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിലകൊണ്ടിട്ടുണ്ട്. ഇത് സത്യമാ. എന്നാൽ ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഏലിയാവിനോട് പറയുന്നത്, ഏലിയാവേ, സ്തോത്രം, നിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് നീ പറയരുത്. ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം നീ തിരിച്ചറിഞ്ഞാൽ, സ്തോത്രം, നിനക്ക് മനസ്സിലാകും നിന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിട്ടില്ല. നീ ഇവിടെ തീരേണ്ടവനല്ല. നീ മരിക്കുവാൻ ആഗ്രഹിക്കേണ്ടവനല്ല. നിന്റെ ആഗ്രഹത്തിനപ്പുറമായി ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുവാനോ എനിക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട്, സ്തോത്രം, ഒരു കാര്യം വ്യക്തമായി എഫേസ്യ ലേഖനത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ. അവിടെ എഴുതി വെച്ചിരിക്കുകയോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആമേൻ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് കഴിയോ? എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ വലിപ്പം അത് അളവറ്റ വലിപ്പമോ. അവൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നമുക്കും പറയുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ ശക്തിയുടെ വലിപ്പം നാം തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. പൈശാചിക മണ്ഡലങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ, സ്തോത്രം, തലമാണ് അല്ലെങ്കിൽ വേദിയാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, നാം അവിടുത്തെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. നാം ഒരു പോർക്കളത്തിൽ, അതുകൊണ്ട് നാം ഒരു പാട്ട് പാടും അല്ലേ, പോർക്കളത്തിൽ നാം പൊരുതുക. എങ്ങനെ? ധീരനായിട്ട് പോരാടണം. സ്തോത്രം. നാം പോരാടേണ്ടത് ആമേൻ, സ്തോത്രം, തളർന്നവനായിട്ടല്ല, ധീരതയോടെ പോരാടുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. പോർക്കളത്തിൽ ഇറങ്ങുമ്പോഴാണ് നാം ഇത് പറയേണ്ടത്, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാൻ, സ്തോത്രം, ഈ ലോകത്തിൻ്റെ അധിപതികളെ ജയിക്കുവാൻ, സ്തോത്രം, എൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിമിത്തം എനിക്ക് കഴിയുമെന്ന് ഇന്ന് പകലും വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തിട്ട്, സ്തോത്രം, ധൈര്യത്തോടെ പറ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി, സ്തോത്രം, ഇന്ന് പകൽ ഞാൻ തിരിച്ചറിയുകയാ. പ്രിയരെ, ഈ വചനം അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് ഈ അമിത ബലത്തിൽ നാം ശക്തിപ്പെടേണ്ടത്, എന്തുകൊണ്ടാണ്, സ്തോത്രം, കർത്താവിൽ നാം ശക്തിപ്പെടേണ്ടത്. ഇതിൻ്റെ, സ്തോത്രം, ആ അളവറ്റ വലിപ്പം നാം തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണെന്ന് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 12-ാമത്തെ വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആമേൻ. നമ്മുടെ എതിരാളി ശക്തനാ. സ്തോത്രം.
പൈശാചികൻ്റെ ശക്തിയെ നാം ഒട്ടും എന്തു ചെയ്യണ്ട, കുറച്ച് കാണണ്ട. ഒരുവനെ ഇല്ലായ്മ ചെയ്യുവാൻ, ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഒരു സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ, ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശക്തനാണ് നമ്മുടെ എതിരാളി. സ്തോത്രം, സ്തോത്രം. എന്നാൽ സ്തോത്രം, ഈ പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള സ്തോത്രം ദൈവത്തിൻ്റെ ശക്തി തൻ്റെ ജനത്തിൻ്റെ മേൽ ഓരോ വ്യക്തികളിലും സ്വർഗത്തിലെ ദൈവം പകർന്നിട്ടുണ്ടെന്നോ ആ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകലും ഞാൻ വിശ്വസിക്കുകയാ, സകല അന്ധകാര മണ്ഡലങ്ങളും സ്തോത്രം ദൈവജനത്തിൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സ്തോത്രം ആ ശക്തിയുടെ അളവറ്റ വലിപ്പ നിമിത്തം സ്തോത്രം തകർന്ന് വീഴുമെന്നും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. വചനം പറയുന്നു, പിശാചു വരുന്നത് അറുക്കാനും മുടിപ്പാനുമാണ്. സ്തോത്രം. ഞാൻ ഇന്ന് തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം, പൈശാചിക മണ്ഡലം എവിടെ കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സ്തോത്രം ആ കുടുംബത്തെ നോക്കിയാൽ മതി. ആമേൻ. സ്തോത്രം. അവരായിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കിയാൽ മതി. ആമേൻ. എല്ലാത്തിനെയും രണ്ടാക്കുക എന്നുള്ളത്, അറക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളത് തന്നെ അർത്ഥം. ഒന്നിനെ എന്ത് ചെയ്യുക? രണ്ടാക്കുക. വചനം സ്തോത്രം പറയുന്നൊരു കാര്യം, നിങ്ങൾ രണ്ടുപേര് ഐക്യമത്യപ്പെട്ടാൽ ഈ ഐക്യത എന്ത് ചെയ്യുക? മുറിക്കുക. കുടുംബത്തിനകത്തുള്ള ഐക്യതയെ മുറിക്കുന്നത് പൈശാചിക മണ്ഡലമാണ്. സ്തോത്രം. സഭയ്ക്കകത്തുള്ള ഐക്യതയെ മുറിക്കുന്നത് പൈശാചിക മണ്ഡലമാണ്. അതുകൊണ്ട് വചനം വ്യക്തമായിട്ട് പറയുന്നത്, പിശാച് വരുന്നുണ്ടെങ്കിൽ സ്തോത്രം അവൻ അറുക്കാനും അറുത്തതിന് ശേഷം ഇല്ലായ്മ ചെയ്യുവാനും മുടിപ്പാനുമാണ് വരുന്നത്. എന്നാൽ ഒരു ദൈവ പൈതൽ തൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് സർവായുധ വർഗം ധരിച്ച് ഈ പൈശാചിക മണ്ഡലത്തെ എതിർത്ത് നിൽക്കുവാൻ കഴിയണം. സ്തോത്രം. അതുകൊണ്ടല്ലേ പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്ന പദപ്രയോഗം ഈ 11-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൈശാചികൻ്റെ തന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ സ്തോത്രം ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ റൂവി വെച്ചുള്ള മീറ്റിങ്ങുകളിൽ പൈശാചികൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ചെറിയ വിവരണങ്ങൾ നൽകിയതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്തായാലും ഞാൻ വളരെ വ്യക്തതയോടെ ഇന്ന് പകൽക്കാലവും ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം. പൈശാചികൻ്റെ തന്ത്രങ്ങൾ ചെറുതല്ല. പൈശാചികൻ്റെ തന്ത്രങ്ങളെ ഒട്ടും ചെറുതായി കാണരുത്. അവിടുത്തെ ശക്തിയെ ഒട്ടും ചെറുതായി കാണരുത്. എന്നാൽ ഇന്ന് പകൽ സ്തോത്രം ഈ പല പ്രിയപ്പെട്ടവർക്കും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവർ പൈശാചികൻ്റെ ശക്തിയെ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയേക്കാൾ വലുതായി കാണും. സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, നമ്മിൽ വ്യാപരിച്ചുകൊണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നാം എന്ത് ചെയ്തോണം? ശക്തിപ്പെടണം. അപ്പോൾ പൈശാചികൻ്റെ ശക്തിയേക്കാൾ വലിയ സർവശക്തനായ ദൈവത്തിൻ്റെ സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ സ്തോത്രം ആ വലിപ്പം നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ നാം അത് തിരിച്ചറിയുമ്പോൾ സ്തോത്ര പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുക, ഈ പൈശാചികൻ്റെ തന്ത്രങ്ങളെ നാം എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കണം. എല്ലാവരും ഒന്ന് പറയാമോ? എതിർത്ത് നിൽക്കണം. ഈ ആർക്കാണ് എതിർത്ത് നിൽക്കാൻ കഴിയുന്നത്? സ്തോത്രം. ആർക്കാണ് എതിർത്ത് നിൽക്കാൻ കഴിയുന്നത്? ധൈര്യമുള്ളവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ പെന്തക്കോസ്ത് അനുഭവത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അനേകർക്കും ഏറ്റവും കൂടുതൽ ഭയം പിശാചിനെയാണ്. സ്തോത്രം. ദൈവസന്നിധി വന്നിരുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് സ്തോത്രം ഞാൻ എൻ്റെ ഭാഷയിലൊന്ന് ചേർക്കുകയാണ്,
കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കുന്നവർ സ്തോത്രം പിശാചിൻ്റെ പേര് പറയുമ്പോൾ അല്ലെ ഒരു ഭൂത വിളങ്ങുമ്പോഴോ ഭയങ്കര ആരാധന നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്നൊരു കാര്യം ഞാൻ പറയട്ടെ, പിശാചിനെ ഭയപ്പെട്ടല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. സ്തോത്രം. പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ടെന്നോ സ്തോത്രം നാം എതിർത്ത് നിൽക്കേണ്ടവരാണെന്നുമുള്ള ഒരു ബോധ്യത്തോടെ പൈശാചിക മണ്ഡലങ്ങളോട് ഇന്ന് പകലും എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. സ്തോത്രം. അതുകൊണ്ട് യാക്കോബ് പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. അടുത്ത വാക്യം, എന്നാൽ അവൻ നമ്മളെ വിട്ട് എതിർത്ത് നിൽക്കുന്നവരുടെ മുമ്പിലേ ഓടിപ്പോകത്തുള്ളൂ. സ്തോത്രം. എതിർത്ത് നിൽക്കുന്നവരുടെ മുൻപിലേ ഓടിപ്പോകത്തുള്ളൂ. ഇന്ന് പകൽ വളരെ വ്യക്തതയോടെ പറയാം, എത്ര പേര് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ യഥാർത്ഥമായി പ്രാപിച്ചിട്ടുണ്ട്, എത്ര പേര് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ മുൻപിൽ പൈശാചിക മണ്ഡലങ്ങൾക്ക് അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയാം പൈശാചികൻ്റെ ശക്തിയെക്കുറിച്ച്. ഈ സ്തോത്രം ഒരിക്കൽ ഈ പൈശാചിക മണ്ഡലം ഒരുവൻ്റെ മേൽ വന്നു. ഒരുവൻ്റെ മേൽ വന്നപ്പോൾ സ്തോത്രം സകല മനുഷ്യരും ആ ദേശത്തുള്ള, ഞാൻ ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ചാണ് പറയുന്നത്, ആ ദേശത്തുള്ള സകലരും അവനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചങ്ങലക്കിടാൻ ശ്രമിച്ചു. ചങ്ങലക്കിടാൻ അവനെ കഴിഞ്ഞില്ല. സ്തോത്രം. അവൻ്റെ പാർപ്പ് കല്ലറകളിലാണ്. മനുഷ്യൻ്റെ കൂടെ അവൻ പാർക്കത്തില്ല. അവൻ്റെ പാർപ്പ് കല്ലറകളിലാണ്. അനാവശ്യമായ ശബ്ദം പുറപ്പെടുവിച്ചും സകല ജനത്തെ ഭയപ്പെടുത്തിയും സ്തോത്രം അവനെ പിടിച്ചടക്കുവാൻ, അങ്ങനെ വചനം എഴുതിയിരിക്കുക, പിടിച്ചടക്കുവാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, കഴിയുമായിരുന്നില്ല. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ച്, അവൻ ഒരുവൻ്റെ മേൽ സ്തോത്രം ഈ പൈശാചിക ശക്തി അത് ഒന്നല്ല, സ്തോത്രം 6000-ഓളം എണ്ണം അവൻ സ്തോത്രം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവനെ പിടിച്ചടക്കുവാൻ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മാനുഷിക ശക്തിക്കും കഴിഞ്ഞില്ല എന്ന് വ്യക്തമായി വചനം രേഖപ്പെടുത്തിയിരിക്കുകയാ. എന്നാൽ അതാ ഒരുവൻ വരികയായ ഗദരദേശത്തേക്ക് സ്തോത്രം അവൻ അത്യന്തം ശക്തി വ്യാപരിക്കുന്നവൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നവൻ, സർവശക്തനായ ഒരുവൻ, പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ അധികാരമുള്ളവൻ ഒരുവൻ അവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്തോത്രം ഈ മനുഷ്യനിലുള്ള പൈശാചിക മണ്ഡലങ്ങൾ അവനെ വിട്ട് മാറുവാനിടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പറയട്ടെ, ആ കർത്താവിൻ്റെ സാന്നിധ്യം യഥാർത്ഥമായി ഇറങ്ങി വരുമ്പോഴാണ് സ്തോത്രം പൈശാചിക മണ്ഡലങ്ങൾ സ്തോത്രം വിട്ടുമാറുന്നത്. ആമേൻ. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു ദൈവ പൈതൽ സ്തോത്രം താമസിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. ആമേൻ. അവൻ പ്രാർത്ഥിക്കുന്ന ഭവനം. ആമേൻ. നമ്മളൊരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അറിയാം ആ വീട് പ്രാർത്ഥിക്കുന്ന ഭവനമാണോ അല്ലയോ അല്ലേ. ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ അറിയാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം പ്രാർത്ഥിക്കുന്ന ഭവനം അവൻ ആ ദേശത്തുണ്ടെങ്കിൽ, ഒരു അബ്രഹാമിനെ പോലെ ഇടിവിൽ നിൽക്കുന്ന സ്തോത്രം ഒരു ഭവനം ആ ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തെ കർത്താവ് നശിപ്പിക്കത്തില്ല. സ്തോത്രം. ആ ദേശത്തിൻ്റെ മേൽ സ്തോത്രം അവിടുത്തെ അവൻ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ വളരെ വ്യക്തതയോടെ പറയാം, സ്തോത്രം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവസന്നിധി മുട്ടുമടക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, യേശുവിൻ്റെ ശക്തിയുടെ അമ്മ വലിപ്പം തിരിച്ചറിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പൈശാചിക മണ്ഡലങ്ങൾക്ക് ഇന്ന് പകലും നമ്മുടെ മേലോ, നമ്മുടെ കുടുംബത്തിന്റെ മേലോ, നമ്മുടെ തലമുറകളുടെ മേലോ അധികാരമില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. സ്തോത്രം. രണ്ട് കാര്യങ്ങളോട് ഇതിനോട് ചേർത്തൊന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഒന്ന്, പിശാചിന് ഇടം കൊടുക്കരുത്. വചനത്തിലെ വാക്യമാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം കൊടുക്കരുത്. രണ്ട്, പിശാച് നമ്മെ തോൽപ്പിക്കരുത്. സ്തോത്രം. പിശാച് നമ്മെ, ഒന്ന്, പിശാചിന് ഇടം കൊടുക്കരുത്. രണ്ട്, പിശാച് നമ്മെ തോൽപ്പിക്കരുത്. മൂന്ന്, പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ പേടിയുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ അതിശയിച്ചെന്നെ നോക്കുന്നത്. പാസ്റ്ററെ ഒന്നാമതേ ഞങ്ങൾ പേടിച്ച് പറഞ്ഞായിരിക്കുന്നത്, ഇനി പാസ്റ്റർ ഞങ്ങളെ കൂടെ പറഞ്ഞ് പേടിപ്പി. സ്തോത്രം. ഒറ്റ മറുപടിയേ ഉള്ളൂ ഇതിന്, ഒറ്റ മറുപടിയേ ഉള്ളൂ. സ്തോത്രം. ആരെങ്കിലും
ഇന്ന് പകൽക്കാലം സ്തോത്രം ആ ശക്തി പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാപിച്ചിട്ടേ പോകാം. സ്തോത്രം. ഒറ്റ മറുപടിയേ ഉള്ളൂ, ആ ശക്തിയുടെ മുൻപിൽ പൈശാചിക മണ്ഡലങ്ങൾ തകർന്നു വീഴുമെന്ന്. സ്തോത്രം. ഇന്ന് ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ സ്തോത്രം എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ പൈശാചിക മണ്ഡലങ്ങളെ എതിർത്ത് സകല അന്ധകാര ശക്തികളെയും എതിർത്ത് സ്തോത്രം അവൻ ധൈര്യത്തോടെ പറയണം, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകല അന്ധകാര മണ്ഡലങ്ങളും തകർന്നു വീഴും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നാം ക്രിസ്തുവിന്റെ ഭടന്മാരാ. വി ആർ ദി ആർമി ഓഫ് ഗോഡ്. ഭടന്മാരാ. നമ്മൾ എതിർത്ത് നിൽക്കേണ്ടവരാ, ഈ യുദ്ധത്തിൽ ജയിക്കേണ്ടവരാ, ഈ പോരാട്ടത്തിൽ ജയിക്കേണ്ടവരാ, ധീരതയോടെ പോരാടേണ്ടവരാ. സ്തോത്ര പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മേലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെ മേലും ദൈവം പകർന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഞാൻ തുടർന്നുള്ള ചില നിമിഷങ്ങൾ കൊണ്ട് സ്തോത്രം ബാക്കിയുള്ള വാക്യങ്ങളും കൂടെ വേഗത്തിൽ പറയാം. ഈ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണമെങ്കിൽ സ്തോത്രം വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, സർവായുധ വർഗം എന്ത് ചെയ്യണം? ധരിക്കണം. സർവായുധ വർഗം ധരിക്കണം. ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കുക, 13-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എന്ത് ചെയ്യണം? അപ്പം ക്രിസ്തുവിൻ്റെ ആത്മീക സൈന്യത്തിൻ്റെ ഭടന്മാരാണ് നാം ഓരോരുത്തരും. നമുക്ക് ആയുധമുണ്ട്. നമ്മൾ ഈ ആയുധം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. നമുക്ക് ആയുധമുണ്ട്. ഈ ആയുധത്തിന് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് സർവായുധ വർഗമെന്നാണ്. അതുകൊണ്ട് നാം സർവായുധ വർഗം എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് ഈ സർവായുധ വർഗം ധരിക്കേണ്ടത്? പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന, അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചുറ്റി നടക്കുക. സ്തോത്രം. ഈ ബൈറ്റിംഗ് ഫോഴ്സ് കൂടുതലുള്ളൊരു മൃഗമാണ് ഈ സിംഹം. പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? വിടത്തില്ല. അതുകൊണ്ട് ഏത് സമയത്തും ഇടം കൊടുക്കാതെ സ്തോത്രം ഈ ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് വേണം ഓരോ ദൈവ പൈതലും ഓരോ നിമിഷവും സ്തോത്രം ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു വേണം ഓരോ ദൈവ പൈതലും ഓരോ നിമിഷവും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. സ്തോത്രം. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സ്തോത്രം മാറിപ്പോയെങ്കിൽ പൈശാചികൻ അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. അതിൽ ഒന്നെന്ന് പറയുന്നത് അമ്മ അരയ്ക്ക് സത്യം കെട്ടണം. നമുക്കറിയാം പൗലോസ് ഈ റോമൻ പടയാളികളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല മീഡിയാസിലും ഫിലിമിലുമൊക്കെ പടയാളികളുടെ രൂപം നാം കണ്ടിട്ടുണ്ടല്ലോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് റോമൻ പടയാളികൾ യുദ്ധം ചെയ്യുന്നവരെ കുറിച്ച് തന്നെ ആ ഒരു തരത്തിലാണ് ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറയുക, അരയ്ക്ക് സത്യം കെട്ടണം. നാം സത്യം പറയുന്നവരായിരിക്കണം. സ്തോത്രം. കേവലം സത്യം പറയുക മാത്രമല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ ഈ വചനത്തിലൂടെ സത്യം നിങ്ങൾ എന്ത് ചെയ്യും? അറിയും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതേ യോഹന്നാൻ 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുക, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാമൊഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്തു ഭടൻ, ഒരു ദൈവ പൈതൽ ധരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ആ
സത്യത്തെ ധരിക്കുന്നവരാകണം. സ്തോത്രം. സത്യത്തെ ധരിക്കുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാക്കാം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന് സ്തോത്രമായി യേശുവിനെ കണ്ടപ്പോൾ തന്നെ സ്തോത്രം അവൻ പറയുക, എന്നെ അങ്ങ് ഉപദ്രവിക്കരുത്. ഇന്ന് പകൽ പറയട്ടെ, ആ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അടുത്തേക്ക് അവൻ കടന്നു വരുവാൻ തക്കവണ്ണം പൈശാചികൻ ഭയപ്പെടും, പൈശാചിക മണ്ഡലങ്ങൾ ഭയപ്പെടും. അങ്ങനെയെങ്കിൽ സത്യം അരക്ക് കെട്ടിയവരായിരിക്കട്ടെ ഓരോ ദൈവ പൈതലും. 2, നീതി എന്ന കവചം. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കുക. നീതി എന്ന കവചം. സ്തോത്രം. നാം എല്ലാവരും നീതിയോടെ ജീവിക്കേണ്ടവരാണ്. സ്തോത്രം. പിശാചിനെ തോൽപ്പിക്കുവാൻ കേവലം മാനുഷിക നീതി മാത്രം പോരാ എന്നുള്ളതാണ് വളരെ വ്യക്തമായിരിക്കുന്ന സത്യം. നാം ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ നീതിയിലും സാത്താനോട് എതിർത്ത് നിൽക്കണം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യം ദിവസനെ പെട്ടെന്ന് എടുത്ത് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യം. പ്രശംസിക്കാതിരിക്കേണ്ടതിന് നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവൻ നമുക്ക് ആര്? ക്രിസ്തു യേശു. നാം എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ആരായി തീർന്നു? ഒറ്റ വാക്ക് മാത്രം എടുക്കാം, അവൻ നമുക്ക് വേണ്ടി നീതിയായി തീർന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഞാൻ മുമ്പ് ഓർപ്പിച്ച സത്യം എന്ന ക്രിസ്തുവിനെ നാം ധരിക്കുമ്പോൾ സ്തോത്രം നീതിയും നാം ധരിക്കുകയാ. അങ്ങനെയെങ്കിൽ സത്യത്തെ ധരിക്കുന്നവൻ നീതിയെ, ക്രിസ്തുവിൻ്റെ നീതിയെ ധരിക്കുന്നവനാ. സ്തോത്രം. അപ്പം നീതി എന്ന കവചം. 3, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. നമ്മുടെ സ്തോത്ര ആത്മീയ പാദങ്ങൾ സുവിശേഷത്തിന് യോജിച്ചതാകണം എന്നുള്ളതല്ലേ അർത്ഥം? സ്തോത്രം. നാം നമ്മിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയണം. സ്തോത്രം. ആ സുവിശേഷത്തിൽ വിശ്വസിക്കണം. സ്തോത്ര. ക്രിസ്തുവാകുന്ന സുവിശേഷത്തിൽ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുൻപിൽ വരച്ചു കാണിക്കുവാൻ തക്കവണ്ണം ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സമയത്തും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ പ്രകടിപ്പിക്കുന്നവരാകണം. ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ, മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. അവനല്ലേ നമ്മുടെ സമാധാനം. 3, വിശ്വാസം എന്ന പരിച. അല്ലെ, 16-ാമത്തെ വാക്യം വായിക്കുക. സ്തോത്രം. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം. ഈ ശത്രുവിനോട്, ശ്രദ്ധിച്ചോണേ ഈ വാക്ക്, ശത്രുവിനോട് പോരാടുവാനുള്ള നമ്മുടെ ശക്തിയെ, മുൻപ് ഞാൻ ഓർപ്പിച്ച ശക്തിയെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ആയുധമാണ് പൈശാചികൻ എയ്തുവിടുന്ന തീയമ്പ്. ഈ തീയമ്പിനെ കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ വിശ്വാസം ആവശ്യമാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ വായിച്ചത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം. അപ്പം ഈ പിശാച് സ്തോത്രം ഈ വിശ്വാസത്തിൽ ബലഹീനരുണ്ട്. ഒരു ചെറിയ വിഷയം വന്നാലും ആ വിഷയത്തെ തകർന്നു പോകുന്നവരുണ്ട്. സ്തോത്രം. ഇനി ഞാൻ മുമ്പോട്ടില്ല എന്ന് പറഞ്ഞ ആകെ ചെറിയ വിഷയങ്ങൾക്ക് പോലും സ്തോത്രം ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ പറയട്ടെ, നാം ഇപ്പോൾ പാടിയതുപോലെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ കർത്താവ് ഒരു പരീക്ഷ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരവും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. നാം കടന്നു പോകുന്ന സാഹചര്യം കർത്താവ് അനുവദിച്ചതാണെങ്കിൽ സ്തോത്ര പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, അതിനപ്പുറത്ത് ഒരു വിടുതലിൻ്റെ കരവും നമുക്ക് വേണ്ടി നീട്ടുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണെന്നുള്ള ഒരു ഉറപ്പായിരിക്കട്ടെ ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും ഭരിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, വിശ്വാസം തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 3 വിധമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ബുദ്ധിയാലുള്ള അറിവാണ്, ഹെഡ് നോളജ്, ബുദ്ധിയാലുള്ള അറിവാണ്. ഇതെന്ന് പറയുന്നത് സ്തോത്രം, നമുക്ക് നമ്മുടെ പഴയ കാല പിതാക്കന്മാർ, പലരും അവരെ കണ്ടിട്ടില്ലെങ്കിലും
അവർ ജീവിച്ചിരുന്നു എന്ന് നാം വിശ്വസിക്കുകയാണ്. സ്തോത്രം. അതൊരു തരത്തിലുള്ള അറിവാണ്. നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന, നമ്മുടെ സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു തന്ന, സ്തോത്രം, നാം വായിച്ചു മനസ്സിലാക്കിയ അറിവുകളാണ്. സ്തോത്രം. അത് ഹെഡ് നോളജ്, അതൊരു തരത്തിലുള്ള വിശ്വാസമാണ്. സ്തോത്രം. രണ്ടാമത്തെ ഒരു വിശ്വാസമുണ്ട്, അതിന് പറയുന്ന പേര് താൽക്കാലിക വിശ്വാസമെന്ന്. സ്തോത്രം. ഒരു ബബിള് മുകളിലേക്ക് ഇട്ടാൽ പോകുന്നത് പോലെ, സ്തോത്രം, താൽക്കാലികമായ വിശ്വാസം. സ്തോത്രം. വചനത്തിൽ തന്നെ അപ്പോസ്തലന്മാർ, വിശേഷാൽ കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും, സ്തോത്രം, ഈ വിശ്വാസത്തിൽ ബലഹീനരായി തീർന്ന സാഹചര്യങ്ങളിൽ കർത്താവ് അവരെ വിളിക്കുന്നൊരു പേരുണ്ട്, അല്പവിശ്വാസികളെ. സ്തോത്രം. കർത്താവായ യേശു അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിടുമ്പോൾ, സ്തോത്രം, കടലിന്റെ നടുവിലെത്തുമ്പോൾ കാറ്റും കോളും അവരുടെ നേർ കാഞ്ഞടിക്കുകയോ, കർത്താവിന്റെ സാന്നിധ്യം അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർ ചിന്തിക്കുകയോ, യേശു എന്നോട് കൂടെയുണ്ട്, പക്ഷേ അവൻ ഉറങ്ങുന്നു എന്ന ചിന്തയിൽ, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്തോത്രം, അല്പവിശ്വാസികളെ. സ്തോത്രം. ഇന്ന് പറയട്ടെ, കാറ്റും കോളും ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ, പ്രയാസങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ, ആ യേശുവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ടെങ്കിൽ അക്കരയ്ക്ക് എത്തിക്കാമെന്ന് പറഞ്ഞവൻ അക്കരയ്ക്ക് എത്തിക്കുമെന്ന ഉറച്ച വിശ്വാസമായിരിക്കട്ടെ നമ്മളിൽ അമ്മനുണ്ടാകുന്നത്. സ്തോത്രം. ഈ അല്പവിശ്വാസികളുടെ ഒരു പ്രത്യേകത പറയാം. ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ സഭയിൽ വരത്തില്ല. ആമേൻ. അവർക്ക് ഒരല്പം, ഞാൻ ഉദാഹരണം അങ്ങെടുക്കാം, സാമ്പത്തികം തന്നെ എടുത്തോട്ടെ, അതാണല്ലോ ഏറ്റവും കൂടുതലും പ്രധാനമായിട്ട് നിൽക്കുന്നത്. സാമ്പത്തികത്തിൽ, സ്തോത്രം, ഒരു ശകലം പ്രശ്നമുണ്ടായി പിന്നെ പ്രാർത്ഥനയില്ല, പിന്നെ, സ്തോത്രം, പിന്നെ ആരാധനയ്ക്ക് വരത്തില്ല, മൊത്തം കുറ്റവും കർത്താവിനാണ്. ആമേൻ. സ്തോത്രം. ഇത് പകൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന പേരാണ്, ആമേൻ, താൽക്കാലിക വിശ്വാസികൾ. കാരണം അവരുടെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി മാത്രം അവർ സഭയിൽ കടന്നു വരുന്നത്. സ്തോത്രം. അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, ദൈവമക്കളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഇങ്ങനെയുള്ളവരാണ്, സ്തോത്രം, ഈ മറ്റുള്ളവരെ പരീക്ഷിക്കുന്നവർ. അതറിയാവോ? പരീക്ഷിക്കുന്നവരെ കുറിച്ച് അറിയാവോ? ആമേൻ. ഒരാഴ്ച 2 ആഴ്ച മീറ്റിങ്ങിന് വന്നില്ലെന്നിരിക്കട്ടെ. ആമേൻ. ഇവർ വിളിച്ച് ആരോടും എന്ത് ചെയ്യത്തില്ല, പാസ്റ്ററോടും പറയത്തില്ല, ഇനിയിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരോടും ഇവർ പറയത്തില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? നോക്കിയിരിക്കും. ഞങ്ങളെ വിളിക്കുന്നുണ്ടോ, ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അഥവാ ഒരാഴ്ച കണ്ടില്ല, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വലിയ സഭയായതുകൊണ്ട് ഒരാഴ്ച കാണുമ്പോൾ വിളിക്കാറില്ലല്ലോ. കാരണം നമുക്ക് ഇത് ആരോടും പറയാതെ മിക്കവാറും പേരും എന്ത് ചെയ്യുന്നത്, വരാതിരിക്കുന്നത്. വളരെ കുറച്ച് പേര് മാത്രമേ പറയാറുള്ളൂ ഇങ്ങനെ ഞങ്ങൾ വരാൻ പറ്റത്തില്ലെന്ന്. 2ാമത്തെ ആഴ്ച വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കും, വിളിക്കും, എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുമ്പം, ഞങ്ങളൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഞങ്ങളെ വിളിക്കുന്നുണ്ടോ? ഞങ്ങളൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. 2 ആഴ്ച വന്നിട്ട് ഞങ്ങളെ ഒന്നും വിളിക്കാൻ പറ്റിയില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാ, സ്തോത്രം, അവർക്ക് ആരിലും എന്തില്ല. ആമേൻ. ഇന്ന് രാത്രി പറയട്ടെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മൾ താൽക്കാലിക വിശ്വാസികളല്ല കേട്ടോ. സ്തോത്രം. 3ാമത്തെ ഒരു വിശ്വാസമുണ്ട്, അതിന് പറയുന്ന പേരാ സേവിങ് ഫെയ്ത്ത്. സ്തോത്രം. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, സ്തോത്രം, ഞാൻ അറിഞ്ഞ എൻ്റെ യേശുവിൻ്റെ, സ്തോത്രം, യേശുവിൽ നിന്ന് ഞാൻ വിട്ടു മാറത്തില്ല. സ്തോത്രം. ഇനി എൻ്റെ ജീവൻ പണയം വെക്കേണ്ടി വന്നാലും എനിക്ക് വേണ്ടി ജീവനെ വിട്ടു തന്ന, നിത്യമായി എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ നിലകൊള്ളും. സ്തോത്രം. ഇതാണ് വചനത്തിലെ വിശ്വാസം. സ്തോത്രം. വളരെ വ്യക്തതയോടെ പറയാം, അപ്പോസ്തലന്മാര്, ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന ഭക്തന്മാരായ ദൈവദാസന്മാര്, അവരിൽ വ്യാപരിച്ച ശക്തി, സ്തോത്രം, അവർ കേവലം ഭൗമിക നന്മകളിൽ ഊന്നൽ നൽകുന്ന ഭക്തിയല്ല, അവരെ വീണ്ടെടുത്ത കർത്താവിനോടുള്ള സ്നേഹ നിമിത്തമുള്ള ഭക്തിയോ. സ്തോത്രം. അങ്ങനെ നമ്മിൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്, ആമേൻ, കർത്താവിന് വേണ്ടി അന്ത്യം വരെ നിലകൊള്ളുന്ന വിശ്വാസമാണ്. സ്തോത്രം. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഭൂമിയിലെ കേവലം ഭൗമിക നന്മകൾക്കല്ല, പകരം നാം പ്രാധാന്യം കൊടുക്കുന്നത്, സ്തോത്രം, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ, നമ്മെ സ്നേഹിച്ച, സ്തോത്രം, നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ആ കനാൻ നാടിനെ കുറിച്ചുള്ള ഓർത്ത പ്രത്യാശയിലാണ് നാം ജീവിക്കുന്നത്.
സ്തോത്രം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആമേൻ. ഇവിടെ അല്പം പ്രയാസം വന്നോട്ടെ, രോഗം വന്നോട്ടെ, ബുദ്ധിമുട്ട് വന്നോട്ടെ, പ്രശ്നങ്ങൾ നേരിട്ടോട്ടെ, എനിക്കൊരു ഉറപ്പുണ്ട്. സ്തോത്രം, എൻ്റെ നാഥൻ എന്നെ കൈവിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ എന്നെ കൈവിടുന്ന കർത്താവല്ല. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിൽ സ്ഥിരതയോടെ പിശാചിനോട് എതിർത്ത് നിൽക്കും. 3, അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രം. സ്തോത്രം. രക്ഷയാണ് ശിരസ്ത്രം. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച ഒരു ദൈവ പൈതൽ, സ്തോത്രം, ഹെൽമെറ്റ് വെച്ചിരിക്കുക. എപ്പോഴും ആര് കണ്ടാലും പറയും. നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹെൽമെറ്റ് ഉണ്ട്, സ്റ്റഡ്സ് അല്ലേ, സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ്. അത് ഭയങ്കര പ്രശസ്തമാണ്. സ്തോത്രം. അതിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, സ്തോത്രം, ഹെൽമെറ്റ് ധരിച്ചിരിക്കുകയാണ്. അതിൽ എഴുതി വെച്ചിരിക്കുക, ഇവൻ രക്ഷിക്കപ്പെട്ടവനാ. സ്തോത്രം. ഇവൻ രക്ഷിക്കപ്പെട്ടവനാ, ഇവൻ കർത്താവിന് വേണ്ടിയുള്ളവനാ, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന് സ്തോത്രം അവൻ്റെ തലയിൽ അവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ എന്ന് പറയട്ടെ. സ്തോത്രം. ആണ് നമ്മുടെ തലയെങ്കിൽ ആ രക്ഷയുടെ അനുഭവം ധരിച്ചുകൊണ്ട്, സ്തോത്ര, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ പറഞ്ഞ് നിർത്താം. ദൈവവചനമെന്ന വാൾ. സ്തോത്രം. ഇതാണ് ആത്മാവിൻ്റെ വാള്. ആമേൻ. ബാക്കിയുള്ളതെല്ലാം പ്രതിരോധത്തിന് ഉപയോഗിക്കുമ്പോൾ ഈ ദൈവവചനം എന്ന വാള് ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. സ്തോത്രം. ബാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാക്കി സർവായുധ വർഗങ്ങളെല്ലാം പൈശാചികന്റെ തന്ത്രങ്ങളും തീയമ്പുകളും നമ്മുടെ മേലടുക്കുമ്പോൾ അത് നമ്മളിൽ കൊള്ളാതെ കണ്ട് പ്രതിരോധത്തിനാണെങ്കിൽ, സ്തോത്രം, വ്യക്തമായിട്ട് പറയട്ടെ, ദൈവവചനം ഉപയോഗിക്കുന്നത് ആത്മാവിൻ്റെ വാള. അത് ഇരുവായ്ത്തലയുള്ള വാള. സ്തോത്രം. അത് ആത്മാവിനെയും സദ്യമഞ്ചകളെയും വേർപിടിവെക്കും വരെ തുളച്ചു ചെല്ലുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ പോലും പ്രവേശിക്കുവാൻ ശക്തിയുള്ള ഇരുവായ് തലയുള്ള വാളാണെങ്കിൽ, അത് ദൈവശ്വാസീയമാണെങ്കിൽ, വളരെ വ്യക്തമായി പറയട്ടെ, ഇന്ന് പകൽ ആ വാൾ ധരിച്ചിട്ടുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. സ്തോത്രം. ഒരു ഉദാഹരണോടെ പറഞ്ഞു നിർത്താം. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ പൈശാചികൻ പരീക്ഷണം കൊണ്ടുവരുന്നത് നമുക്കറിയാം. 3 പരീക്ഷണങ്ങൾ. ഈ 3 പരീക്ഷണത്തിലും കർത്താവ് ഉപയോഗിച്ചത് ദൈവവചനമാണ്. സ്തോത്രം. പൈശാചികനെ പരാജയപ്പെടുത്തുവാൻ ഈ 3 പരീക്ഷണങ്ങളിലും കർത്താവ് ഉപയോഗിച്ചത് ദൈവവചനമാണ്. ഇന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര പേര് ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട്, സ്തോത്രം, പൈശാചിക മണ്ഡലങ്ങളെ എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണമുള്ള ആത്മാവിൻ്റെ വാളാണ്, സ്തോത്രം, വചനം എന്ന തിരിച്ചറിവോടുകൂടെ, സ്തോത്രം, ദൈവസന്നിധിയിലായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പറയട്ടെ, സ്തോത്രം, ഇത് ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും, ആ വാക്യം ഒന്ന് എല്ലാവരും ഒന്ന് കാണാതെ പറഞ്ഞേ. അച്ചായ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ബാക്കിയുള്ളവരെല്ലാം ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച പഠിച്ചുകൊണ്ട് വരണം. എല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തി ചോദിക്കും. സ്തോത്രം. ഇങ്ങനെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതെന്ന്. സ്തോത്രം. നമ്മളൊരു പോർക്കളത്തിലാണ്. സ്തോത്രം. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഏത് സമയത്തും കാണണം. സ്തോത്രം. ദൈവവചനം ഇരുവായ് തലയുള്ള വാള. സ്തോത്രം. ഈ വചനത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നവൻ, സ്തോത്രം, തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആത്മാവിനെയും, സ്തോത്രം, സദ്യമഞ്ചകളെയും തുളച്ചു ചെല്ലുവാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഏകവാൾ അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. ആമേൻ. പൈശാചികനെ എതിർക്കുവാൻ കഴിയുന്ന ഏകവാൾ അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. സ്തോത്രം. മറ്റായുധങ്ങളെക്കാൾ ഉപരി, ആമേൻ, ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ആമേൻ, ഈ ദൈവത്തിന്റെ വചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് പറയാം. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഈ വചനം, ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തനങ്ങളെ, സ്തോത്രം, അത് വിളിച്ചറിയിക്കും. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും
പാവങ്ങളെയും വരെ വിവേചിക്കുവാൻ കഴിയുന്ന. പറയട്ടെ, ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിവെക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവവചന ശുശ്രൂഷയിൽ നടക്കുന്നത് ഒരു ശസ്ത്രക്രിയയാണ്, ഒരു സർജറിയാണ് നടക്കുന്നത്. സ്തോത്രം. ഇതിനെയൊക്കെ വേർപിടിവെക്കുക മാത്രമല്ല, സ്തോത്രം, അത് തയ്ച്ച് സൗഖ്യം വരുത്തുകയാ. സ്തോത്രം. പ്രാണന് സൗഖ്യം, ശരീരത്തിന് സൗഖ്യം, ആത്മമണ്ഡലങ്ങൾക്ക് സൗഖ്യം പകരുവാൻ കഴിയുന്ന, സ്തോത്രം, ഏക ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം മാത്രമോ. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്തോത്രം, പൈശാചികനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് പറയാം. സ്തോത്രം. പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് എൻ മനമേ സർവായുധ വർഗം ധരിക്കുക. ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധ വർഗം ധരിച്ച് പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന, മുടിച്ചു കളയുവാൻ ശ്രമിക്കുന്ന, അവൻ അറുത്തു കളയുവാൻ ശ്രമിക്കുന്ന യേശുവിന്റെ നാമത്തെ യേശുവിന്റെ രക്തത്താൽ എന്ന പകൽ നാം ഭവനത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് സർവായുധ വർഗത്തിൽ ഏതെങ്കിലും ആയുധം വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് ഏറ്റെടുത്തുകൊണ്ട് പൈശാചികൻ ഇനി എന്റെ മേൽ അധികാരമില്ല, പൈശാചിക മണ്ഡലങ്ങൾക്ക് അധികാരമില്ല, അന്ധകാര മണ്ഡലങ്ങൾക്ക് അധികാരമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ധൈര്യത്തോടെ ഭവനത്തിലേക്ക് പോകുവാൻ Hallelujah. Hallelujah. കർത്താവേ, അവിടുത്തെ ശക്തിയെ ഏറ്റെടുത്തുകൊണ്ട് ആ ശക്തിയുടെ വലിപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേരെ തീയമ്പുമായി പൈശാചികം നിൽക്കുമ്പോൾ, തന്ത്രങ്ങളുമായി പൈശാചികം നിൽക്കുമ്പോൾ ആ പൈശാചികനെ ധൈര്യത്തോടെ പോരാടുവാ, ഈ പോർക്കളത്തിൽ ധൈര്യത്തോടെ നിൽക്കുവാ, സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവവചനമെന്ന ആത്മാവിന്റെ വാളെടുത്ത് ആക്രമണത്തിന് തയ്യാറായി നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പൈശാചികനോട് എതിർത്ത് നിന്ന് വിജയം വരിക്കുവാൻ ഞങ്ങളുടെ മേൽ നൽകിയിരിക്കുന്ന ധൈര്യത്തിനായി, ആ ശക്തിക്കായി, ആ ശക്തിയുടെ വലിപ്പത്തിനായി, അമിത ബലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യാം. അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കർത്താവ് യേശുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനായി അംഗീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരു ദൈവ പൈതലിനും തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുവാനുള്ള സാവകാശമുണ്ട്. എന്നാൽ സ്തോത്രം, ആഭരണധാരികളായിട്ടുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഭാഗവാക്കുകളാകരുത് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരും കൂടെ മുമ്പോട്ട് കടന്നു വരുമല്ലോ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം.